ഹലോ സംഗീസ് ആൻഡ് സുഡാപ്പീസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. എപ്പോഴും ഹലോ ഗൈസ് എന്നല്ലേ പറഞ്ഞ, ഇന്നലെ വെറൈറ്റിക്ക് സംഗീസ് ആൻഡ് സുഡാപ്പീസ് എന്നാക്കും. കാരണം ഞാൻ സുഡാപ്പിയും എന്നെ എനിക്ക് കമന്റ് ഇടാൻ വരുന്ന എല്ലാവന്മാരും സംഖ്യകളാണെന്നാണ് ഇപ്പം പൊതുവെ ഒരു സംസാരം. എന്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഒരു കമന്റ് റിപ്ലൈ കൊടുക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ വീഡിയോ ആണിത്. സോ ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ എം സേയിങ് ദിസ് ഡിസ്ക്ലൈമർ ഫോർ യു ഗൈസ്. The language I use may be offended for some of you guys. സോ അങ്ങനെ ഒഫൻഡഡ് ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് വീഡിയോ. ഞാൻ വിളിക്കും, ഞാൻ പച്ചക്ക് ഞാൻ വിളിക്കും. എനിക്ക് പറയാൻ തോന്നുന്ന ഞാൻ പറയും, വിളിക്കാൻ തോന്നുന്ന ഞാൻ വിളിക്കും. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻ. എനിക്കാണ് എന്റർടൈൻമെന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നൂല, എനിക്ക് നല്ല എന്റർടൈൻമെന്റ് ആണ്. മറ്റേ വീഡിയോ കാണാതെ ഇനി വീഡിയോ കാണുന്നെന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഡിസ്ക്ലൈമർ ആ വീഡിയോയുടെ ഒന്ന് തരാം. ആ വീഡിയോയില് അങ്ങനെ കുറച്ച് BJP-ക്കാരെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു മതക്കാരെയും ഒരു ഹിന്ദു സഹോദരന്മാരെയും ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ കളിയാക്കുന്നില്ല. കാരണം ഞാൻ എല്ലാ മതത്തെയും റെസ്പെക്ട് ചെയ്യുന്നതാണ്. ഐ റെസ്പെക്ട് ഓൾ മൈ റിലീജിയൻ. അല്ല, ആൾ മൈ റിലീജിയൻസ് എന്നല്ല, ഐ റെസ്പെക്ട് ഓൾ റിലീജിയൻസ്. എനിക്ക് ഒരു മതത്തിനും കളിയാക്കേണ്ട കുറ്റം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്നവന്മാര് വർഗീയവാദികളാണ്, സുഡാപ്പികളാണ്, സംഘികളാണ്. ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് പാർട്ടികളൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഇതേപോലെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചേനെ. ഇപ്പൊ ഞാൻ BJP-ക്കാരെ കളിയാക്കിയിട്ടുണ്ട്. അമ്മാരെ മണ്ടത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞപ്പോ എന്നെ കുറച്ച് അണ്ണന്മാര് സുഡാപ്പികളാക്കി. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടിട്ട് പോവാ. അതിന്റെ തമ്മിൽ ഇങ്ങനെയാണ്, അത് പോയി ഒന്ന് നോക്കി തന്നെ കണ്ടിട്ട് പോവാ. പിന്നെ അതിനകത്ത് കുറച്ച് കമന്റ്സ് ഉണ്ട്. എനിക്ക് വന്ന കമന്റ്സും അതിന് ഞാൻ കൊടുക്കുന്ന റിപ്ലൈ കമന്റ്സ്. ഞാൻ കൊടുക്കുന്ന കമന്റ്സ് എന്ന് വെച്ചാൽ തള്ളക്കും വിളിയാണ്. ഞാൻ നല്ല പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. കാരണം വന്ന് സംസാരിക്കുന്നവന്മാര് കാണുമ്പോഴേ എനിക്കറിയാം സംഖ്യകളാണ്. ഈ സംഖ്യകൾ വന്ന് എന്നെ സുഡാപ്പികളാക്കാന്നോ, എന്നെ സുഡാപ്പിയാക്കാന്നോ? ഞാൻ പറയാം, എനിക്ക് സംഖ്യകളെ കണ്ടുകൂടാ, എനിക്ക് BJP-ക്കാരെ കണ്ടുകൂടാ, എനിക്ക് RSS-കാരെ കണ്ടുകൂടാ, എനിക്ക് കണ്ടുകൂടാ, ഞാൻ മൈലുകളെ എനിക്ക് കണ്ടുകൂടാ. കമന്റ് ഇട്ടാൻ ഞാൻ പള്ളു വിളിക്കും. അപ്പൊ ഞാൻ വീഡിയോയില് BJP-ക്കാരെ കളിയാക്കുന്നു. ആ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. 500 വ്യൂസ് കഴിഞ്ഞു. കുറച്ച് ലൈക്ക്, എനിക്ക് സാധാരണ കിട്ടുന്ന 4-5 ലൈക്ക്, അതിൽ 16-13 ലൈക്ക് ഉണ്ട്. അപ്പം അത് റീലല്ല, ഷോർട്സ് അല്ല, വീഡിയോ ആണ്. അപ്പം 500 വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യമാണ് എനിക്ക്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോ അതിൽ തന്നെ ഫസ്റ്റ് കമന്റ് എന്നെ കളിയാക്കിയിട്ടേക്കുന്ന എന്റെ കൂട്ടുകാർ വിച്ച് ദാ ഈ കാണുന്ന ഇവൻ അളിയെ എന്നെ കമന്റ് ഇട്ട് കളിയാക്കി. ഞാൻ അളിയന് അതായത് രീതിയിൽ ഞാൻ അളിയനെ തിരിച്ച് കളിയാക്കപ്പെട്ടു. അത് നമ്മുടെ കൂട്ടുകാർ തമ്മിലുള്ളായിരുന്നു. അപ്പൊ അവ ഇട്ടേക്കണ കമന്റ് അവൻ ചെയ്തെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് വെയിറ്റ് പിടിക്കാനായിട്ട് ഇട്ടതാണ്. ഇതിൽ അവനെങ്കിലും വന്ന് വീഴൊന്നും എന്റെ വായിരിക്കുന്ന കേൾക്കാൻ നോക്കുക. അവന് നല്ലപോലെ അറിയാം, വ്യൂസ് കൂടൊന്നും അവനറിയാം. കമന്റ് കേൾക്കാൻ അവ ഏജ് വെയിറ്റ് ഇടാനായിട്ട് അവൻ നൈസായിട്ട് ഇട്ട് പോയത്. അതിൽ ഒരുത്തം വന്ന് വീണ ആദ്യം അണ്ണന്റെ കമന്റ് ആണ്, ദിസ് മാത്ത് ആൻഡ് സെക്യുലറിസം നോട്ട് വിൽ ബി സസ്റ്റൈൻ ഇൻ കേരള. അന്തേ സംസാരോടാ തമ്മ, ഞാൻ മുസ്ലിം തന്നെ. ഇന്നും പറഞ്ഞ നീ ജാതിപ്പേര് കളിയാക്കി വിളിക്കുന്നുണ്ടെങ്കിൽ മാത്തൻ എന്ന് വിളിക്കുന്നു. ആൻഡ് സെക്യുലറിസം നോട്ട് വിൽ ബി സസ്റ്റൈൻ ഇൻ കേരള. നിന്റെ വീട്ടിലെ കേസ് നീ പറഞ്ഞാൽ മതി. നോട്ട് ഇൻ കേരള എന്നൊക്കെ പറയാൻ കേരള നിന്റെ അമ്മച്ചിക്ക് സ്വയം കിട്ടിയതാ? അല്ലല്ല, കേരളം എന്തായാലും നിന്റെ അമ്മച്ചിക്ക് സ്വയം കിട്ടിയതാ. മേത്തൻ എന്ന് വിളിക്കുന്നു. മേത്തൻ മുസ്ലിംസ് എന്ന് പറയാൻ പടിയടാ. നീ മേത്തൻ എന്ന് വിളിക്കാൻ ആര്? മേത്തൻ കിടാത്തൻ. ഒരു തന്തേ വിളി, നിന്റെ വീട്ടിൽ ഇരിക്കുന്ന തന്തേനെ പോയി വിളി മേത്താന്നും കിടാത്താന്ന്. നീ അങ്ങനെ എടുത്തില്ലാന്നുണ്ടെങ്കിൽ അമ്മച്ചിടെ പോയി ചോദിക്കണം ആരാണെന്ന്. അപ്പം വഴിയെ പോണ അവനെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരും. ഇതാണ് പോയി വിളി മേത്താന്നോ അച്ഛാന്ന് നോക്കാം. രണ്ടാമത്തെ ചേട്ടൻ ദി ഫക്ക് കടങ്ങാട്ട്. ദി ഫക്ക് ദ ഫക്ക് പേരണൊക്കെ എന്നൊരു ഫക്ക്. അപ്പൊ ചേട്ടൻ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡാപ്പിയാണെന്നാണ്. ചില്ലറ ചോദിച്ചില്ലല്ല, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും കൂടെ പറഞ്ഞ് അവരെയും കൂടെ ഊക്കി റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി തൊലിക്കാനായിട്ടുള്ള എന്റെ ഒരു സുഡാപ്പി തന്ത്രമായിട്ടാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ എന്നെ സുഡാപ്പിയായിട്ട് കരുതുന്നുണ്ടെങ്കിൽ ചേട്ടൻ തെറ്റി. ഞാൻ നല്ല അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റാണ്. എന്റെ കുടുംബക്കാർ മൊത്തം കമ്മ്യൂണിസ്റ്റാണ്. എന്റെ ഉപ്പാപ്പ,
ഒരു 10-15 വർഷം LC കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്നതാണ്. നല്ല കമ്മ്യൂണിസ്റ്റ് ആവുന്നതാണ് എന്നും പറഞ്ഞ് ഞാൻ മറ്റേ കൊടി പിടിക്കുന്നതോ കരിങ്കൊടി കാണിക്കാൻ പോണതോ മുകളിലിരിക്കുന്ന നേതാക്കന്മാരുടെ മൂട് താങ്ങി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല. എന്റെ കമ്മ്യൂണിസം വേറെയാണ്. എന്റെ കമ്മ്യൂണിസം എന്റെ മൈൻഡിലുണ്ട്, അത് വേറെയാണ്. എനിക്ക് ആർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തു തന്നെ അതാ ചെയ്ത് കൊടുക്കണം എന്നുള്ള എന്റെ തോന്നലാണ് എന്റെ കമ്മ്യൂണിസം. ഞാൻ ചെയ്യുകയും ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്നതാണെന്നുള്ളത്. നാട്ടിൽ എന്തെങ്കിലും തോന്നിയ ദിവസം നടക്കുകയാണെങ്കിൽ അതിനെതിരെ സംസാരിക്കും. നാട്ടിലെന്നല്ലേ എവിടെ നിന്ന് തോന്നിയ ദിവസം നടന്നു കഴിഞ്ഞാൽ അതിൽ ന്യായം എനിക്ക് തോന്നുന്ന സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ന്യായത്തിന്റെ സൈഡ് വേണ്ടി ഞാൻ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് എന്റെ കമ്മ്യൂണിസം. അതാണ് എന്റെ കമ്മ്യൂണിസം. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ LDF ആണ്, CPIM ആണ്, CPI ആണ്, അല്ലെങ്കിൽ സുഡാപ്പിയാണ്, കൊങ്കിയാണ്, സംഘിയാണ് ഒന്നുമല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തന്നെയാണ്. പക്ഷെ എന്റെ കമ്മ്യൂണിസം വേറെയാണ്. ഈ കൊടിയും പിടിച്ചോണ്ടും കരികൊടി കാണിച്ചുകൊണ്ടും നടക്കണമല്ല അണ്ണാ എന്റെ കമ്മ്യൂണിസം. ഞാൻ തനി കമ്മ്യൂണിസ്റ്റ് ആണ്, എന്നെ നീ സുഡാപ്പിയാക്കണ്ട. രണ്ടാമത്തെ കേസ്, എനിക്ക് ഒട്ടും കണ്ടുകൂടാത്ത 2 പാർട്ടികളാണ് ഈ SDPI, അതായത് ഈ പറഞ്ഞ സുഡാപ്പി, സംഘി. പിന്നെ എനിക്ക് ചോർച്ചിലാണ്. ഞാൻ സുഡാപ്പിയാണ്, എനിക്ക് ഭയങ്കര ചോർച്ചിലാണെന്ന്. എനിക്ക് നല്ല ചോർച്ചിലുണ്ട് എന്റെ ചന്തിയില്. നീ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് എന്റെ ചന്തി എത്തിച്ചു തോന്നിയ കടങ്ങാട്ട് മോനെ ചോദിച്ചാ. എനിക്ക് നല്ല ചോദിച്ചിട്ടുണ്ട് ഇവിടെ. അതിനൊന്ന് മാന്തിച്ചാ എനിക്ക് എന്റെ ചന്തിയില്. ചുമ്മാ ഇരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ തുരുവര വന്ന് എന്നെ സുഡാപ്പിയാക്കാനായിട്ട് എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു. ഞാൻ സുഡാപ്പിയാണെന്ന് എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നിരിക്കുന്ന അവിടെ എനിക്ക് നല്ല ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോവാ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംഖ്യകളെ കണ്ടുകൂടാ, സുഡാപ്പികളെ കണ്ടെടുത്തൊക്കെ കണ്ടുകൂടാ. എന്റെ വീഡിയോ ഡെയിലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ സുഡാപ്പിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മുസ്ലിംസിന്റെ ഇടയിലുള്ള കോപ്പറങ്ങൾ ഉസ്താദന്മാരോ എന്ന പൊട്ടത്തരങ്ങളൊന്നും എടുത്ത് കളിയാക്കി റോസ്റ്റിങ് ചെയ്യില്ല. ഞാൻ സുഡാപ്പിയാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സംഖ്യകളെയും കളിയാക്കും, സുഡാപ്പികളെയും കളിയാക്കും, ക്രിസ്ത്യാനികളെയും കളിയാക്കും, BJPക്കാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, LDF, കോൺഗ്രസ്സുകാരെ, എല്ലാ പാർട്ടിക്കാരെയും, എല്ലാ ജാതിക്കാരെയും, എല്ലാരെയും കളിയാക്കണമെന്ന് തന്നെ ഞാൻ കളിയാക്കും. കളിയാക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ കളിയാക്കും. അതിൽ എന്നെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഒരുത്തനും വന്നത് തൊലിക്കണ്ട. അങ്ങനെ വന്ന് തൊലിച്ച കമ്പനി ഇട്ട് എന്നെ തള്ളക്കും വിളി കൺഫേം ആയിട്ട് കേൾക്കും. അതാണ് നീ കേട്ടത്. അതുകൊണ്ടാണ് നീ കേട്ടത്. അപ്പൊ എന്റെ വീട്ടിലെ സംസ്കാരം അങ്ങനെയാണ് ഇങ്ങനെയാണ്. എടാ, ഞാൻ അങ്ങനെ വീട്ടിലൊരു സംസ്കാരം അത് വെളിയിൽ കാണിക്കുന്ന അങ്ങനെയല്ല. എന്റെ അടുത്ത് സംസാരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടോ, പ്രൊവോക്ക് ചെയ്യുന്നില്ലേ, എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കും. എന്നെ പ്രൊവോക്ക് ചെയ്ത് തന്നെ ഞാൻ ആ രീതിയിൽ സംസാരിക്കും. നീ വന്ന് എന്നെ ചൊറഞ്ഞു, നിന്റെ ചോദിച്ചില്ല, നിന്റെ കടി തീരാനുള്ള സാധനം ഞാൻ നിനക്ക് തന്നു. മിണ്ടാതെ കണ്ടിട്ട്, അല്ലെങ്കിൽ നീ ആ വീഡിയോക്ക് കമന്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഫുള്ള് വീഡിയോസ് നോക്കണം. നീ വന്ന് എന്നെ കണ്ണു കുറച്ച് സുഡാപ്പിയാക്കി കഴിഞ്ഞാൽ എന്റെ തന്തയ്ക്ക് നിളങ്ങി ഞാൻ വിളിക്കണ്ടേ? വലിയ ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞ് ദീപക് കടങ്ങാട്ട് എന്നെ സുടുമോനെ എന്ന് വിളിച്ചാൽ കമന്റുകൾ ഇടണം. അത് സുടുമോനല്ല, ഷാനുമോൻ, അല്ലെങ്കിൽ ഷാഹിൻ മോൻ. സുടുമോനല്ല, ഷാഹിൻ മോൻ അല്ലെങ്കിൽ ഷാനുമോൻ, അങ്ങനെ വിളിച്ചു. അത് കേൾക്കാൻ നല്ല സുഖമില്ലേ? അത് കേട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ട്. സുടുമോൻ നിന്റെ അച്ചായി, സോറി, നിന്റെ അച്ഛൻ ചാണാൻ നിന്ന സംഗീമോൻ, നിന്റെ അച്ഛൻ ചാണാൻ നിന്ന സംഗീമോൻ. ഓക്കെ. അപ്പൊ സംഗീമോന്റെ മകൻ എന്റെ അടുത്ത് ഒന്ന് പറയണമെന്ന് വെച്ചാൽ, എന്നാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതെനിക്ക് സൈഡറാ, ഇതെനിക്ക് സൈഡ്. എനിക്ക് മറ്റേ ഇതിൽ നിന്ന് പൊഴിച്ചെടുത്ത് ഇപ്പൊ കുടുംബം നോക്കാൻ പെണ്ണ് കെട്ടി പിള്ളേരൊന്നും ആയില്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് അരി വാങ്ങിക്കാനുള്ളതൊന്നും ആയി തുടങ്ങിയില്ല. അരി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതെനിക്ക് സൈഡറാ മോനെ, അമ്മനെ മാമനാണ് എനിക്ക് സൈഡ്. ഇത് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ഡോണ്ട് കെയർ അബൌട്ട് റീച്ച്. കാരണം ഞാൻ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് മാത്രം ചെയ്യുന്ന ആളല്ല. ഞാൻ എല്ലാം കൂടെ കുഴച്ച് മിക്സ് ചെയ്ത് അവിയൽ പരുവത്തി ചെയ്യുന്നിടത്തിനാണ്. റീച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു കണ്ടന്റ് പാറ്റേൺ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി, എന്നാൽ എനിക്ക് നല്ല റീച്ച് കിട്ടും. പക്ഷെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരാണ്. കാരണം എനിക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ റീച്ചിന് വേണ്ടി മാത്രമാണ് നോക്കി നീ പറയില്ല. കാരണം എന്റെ വീഡിയോസ് എടുത്ത് നോക്ക്, 2-3 വീഡിയോസ് മാത്രം റീച്ച് ആയിട്ടുള്ള കൂട്ടുകാരെ, എന്റെ പുറത്തോട്ടൊന്നും റീച്ച് ആയിട്ടില്ല. ഞാൻ ഈ സെൻസറൈസ് സംസാരിക്കുന്ന എനിക്ക് നിന്റെ അടുത്ത് വന്നൊരു റേജ് ബൈറ്റ് പോയടാ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വിളിച്ചതിന് എനിക്ക് സംസാരിച്ചേനെ. അപ്പം നീ എന്തെങ്കിലും കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാ ഒരു പോലീസ് കേസിനുള്ള വകുപ്പുണ്ടെന്നാ ഒരു കമന്റ് ഇട്ടല്ല. പേടിച്ച് എന്റെ 2 തുള്ളി മൂത്രം പോയി അവിടെ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഗോമൂത്രം എന്നും പറഞ്ഞ് മോനും അവന്റെ അച്ഛനും കൂടെ എടുത്ത് കൂടി. ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ എന്റെ അക്കൗണ്ട് കൂട്ടിച്ചളന്ന്
നീ അക്കൗണ്ട് പൂട്ടിക്കാൻ എന്തെങ്കിലും ചെയ്ത് ബോട്ടടിക്കുകയോ പിടിക്കുകയോ റിപ്പോർട്ട് അടിക്കുകയോ ചെയ്ത് പൂട്ടിപ്പോണ അക്കൗണ്ട് ആണെങ്കിൽ പോട്ടാനെ വേറെ എണ്ണം തുടങ്ങും. ഒരു ഇമെയിലിന്റെ കേസല്ലേ, ഒരു ഇമെയിലും പാസ്വേഡിന്റെ കാര്യമില്ലേ, ഞാൻ വേറെ തുടങ്ങിക്കോളാം. ഈ പൂട്ടിയിട്ട് എന്റെ അക്കൗണ്ട്. പിന്നെ ഞാൻ ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തും വന്ന് വിളിച്ചു പറയണം, അവരെ കൂട്ടുപിടിക്കണം, ഇവരെ കൂട്ടുപിടിക്കണം. ആരെ കൂട്ടുപിടിച്ച്? ഞാൻ ആരാടാ നേരെ കൂട്ടുപിടിച്ചത്? നിന്റെ തെളിവുണ്ടാ? റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എടാ പൊട്ടൻ കണയാ, എടാ നീയാണ് റീച്ച് ഉണ്ടാക്കി തരണ എനിക്ക് മണ്ട. നീ എനിക്ക് വന്നൊരു കമന്റ് ഇടും, നീ ചൊറിയും, എനിക്ക് ദേഷ്യം വരുന്ന തിരിച്ച് എന്നെ ചീത്ത വിളിക്കും. അപ്പൊ നീ വീണ്ടും വന്ന് ചൊറിയും, നീ ഒരു 4-5 തവണ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ നീ എന്റെ നേരം വാങ്ങും. അപ്പൊ നിനക്ക് ഭയങ്കര റേജ് വെച്ച് കൂടും. അപ്പൊ നീ എന്ത് ചെയ്യും? നീ ഈ സാധനം എടുത്ത് ബാക്കിയുള്ളവർക്ക് ഷെയർ എടുക്കും. നിന്നെ കണക്കത്തെ ഏതെങ്കിലും വാണങ്ങൾക്ക് നീ വീഡിയോ എടുത്ത് ഷെയർ എടുക്കും. അവന്മാർ എന്നെ ചീത്ത വിളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അവന്മാർക്ക് അത് വീഡിയോ കാണും. അവിടെ എനിക്ക് വാച്ച് അവർ കൂടും. എനിക്ക് 4000 മണിക്കൂർ വേണം പൈസ ഇട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ 164 ആയതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി ഡിസ്ലൈക്ക് അടിപ്പിക്കാൻ വേണ്ടി നീ നിന്റെ ശാഖയിലുള്ള മാമന്മാർക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടു. ഒരു 10,000 പേർക്ക് അയച്ചു കൊടു എന്നെ പൂട്ടിക്കാൻ. അപ്പൊ ഈ 164 കിടക്കണം ഒരു 200 300 മണിക്കൂർ ആവും വാച്ച് അവർ. ആ മണ്ട, നീ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നീ ഇടുന്ന ഓരോ കമന്റും എനിക്ക് റീച്ചാണ്. അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുകയാണ്, കമന്റ്സിന്റെ എണ്ണം കൂട്ടുകയാണ്. അപ്പൊ ഈ നിനക്ക് എന്റെ അടുത്ത് ഞാൻ കയറി വരരുത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കരുത്, എന്റെ വാ അടപ്പിക്കണം, എന്നെ സുടാപ്പി ആക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ പച്ചപിടിച്ച് വരരുതെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ വീഡിയോ കാണല്, കമന്റ് ഇടല്ല, അതാണ് ചെയ്യാറുള്ളത്. നീ നെഗറ്റീവ് ആയിട്ടായാലും പോസിറ്റീവ് ആയിട്ടായാലും വന്ന് ചെയ്യുന്ന എന്തും എനിക്ക് ഉപയോഗമാവുക. ഞാൻ നിന്നെ കുറച്ചു നേരം മുമ്പ് എനിക്ക് നല്ല വിളിക്കണമെന്നുണ്ടായിരുന്നടാ. പക്ഷെ നിന്നെ വിളിക്കാനുള്ള മൊത്തം ആ കമന്റിന് റിപ്ലൈ ആയിട്ട് എന്നെ വിളിച്ചു. എനിക്ക് നിന്നെ മുഖം പോലും കാണിക്കാൻ താല്പര്യമില്ലാത്ത നിന്റെ അക്കൗണ്ട് കയറി നോക്കിയപ്പോ ഏതൊക്കെ ചാനലിന്റെ കിളിക്ക് പഴം കൊടുക്കണ, തത്തയ്ക്ക് പഴം കൊടുത്തേക്കണൊക്കെ എടുത്ത് വീഡിയോ ഇട്ടേക്ക്, പ്ലേലിസ്റ്റ് ആഡ് ചെയ്തേക്കുന്നു. നിനക്ക് അപ്പൊ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, നിനക്ക് തത്തയ്ക്ക് പഴം കൊടുപ്പ്, പശുവിന് പുല്ല് കൊടുപ്പ്, പോത്തിന് കച്ചില് കൊടുപ്പ്, ചാണകം പാലില് ഗോമൂത്രം കൂടി, ഇതൊക്കെയാണെന്ന് മനസ്സിലായി. മക്കളിപ്പോ ചെല്ല് ശാഖയില് കൂട്ടിലിട്ട് കിടക്കുന്ന തത്തക്ക് 2 പഴം കൊടുക്കും കേട്ടാ. അവിടെ അണ്ണന്മാർ യൂട്യൂബ് ഒക്കെ നോക്കി നമ്മളങ്ങനെ നമ്മൾ സുടാപ്പിയാക്കി, കുഴപ്പമില്ല, നമ്മളങ്ങനെ അങ്ങ് പൊയ്ക്കോളാം. പിന്നെ സുടാപ്പി ഇന്ന് ആരെങ്കിലും വന്ന് വിളിക്കും മുമ്പ് എന്റെ അക്കൗണ്ട് ഫുള്ള് കയറി നോക്കണം. അതിന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ കമന്റ് ഒക്കെ നോക്കിക്കോണം. If you are going to call me Sudapi, first you have to keep your parents out of my mouth or the conversation, okay? So, സുഡാപ്പി എന്നും പറഞ്ഞല്ലെങ്കിൽ ഞാൻ മറ്റേ വർഗീയവാദം പറയുന്നവനാണ്, മതതീവ്രവാദിയാണെന്നൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐ വിൽ കോൾ യു ഡാഡ് ആൻഡ് സെക്കൻഡ് ഐ വിൽ കോൾ യു മോം. വിളിക്കും, കൺഫേം ആയിട്ടും വിളിക്കും. എനിക്ക് കണ്ണെടുത്താൻ ഇവിടുത്തെ സാധനമാണ് ഈ വർഗീയത പാർസല്, മറ്റേ വർഗീയത ആക്കല്, ജാതിപ്പേര് വിളി, മറ്റത് മറിച്ചത്. പിന്നെ മേത്താന്ന് വിളിച്ച ചേട്ടനെടുത്ത് അന്തസ്സുള്ള മേത്തനാണ്, ഇത് അന്തസ്സുള്ള മേത്തൻ തന്നെയാണ്. മേത്തന്മാരുടെ നടക്കുന്ന പ്രശ്നം കോപ്പായങ്ങൾ തന്നെ എതിർക്കുന്ന നല്ല നട്ടലുള്ള മേത്തനാണ് കേട്ടാ. നല്ല നല്ല സൂപ്പർ മേത്തനാണ്. നീ എന്റെ മുമ്പ് വന്നു വിളി, നീ എന്റെ മുമ്പ് വന്നു വിളി മേത്താന്ന്. എന്റെ മേത്ത സെക്കുലേഴ്സ് ഞാൻ കാണിച്ചു തരാം. കേരളത്തിൽ മേത്ത സെക്കുലേഴ്സ് നടക്കില്ലെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒഫൻഡഡ് ആകണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഞാൻ പറഞ്ഞാലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവര് കിട്ടിയ കണക്ക് നിങ്ങൾക്കും തരും കേട്ടാ. മറ്റേ വർഗീയത വാങ്ങുന്ന കമന്റ് ഇടല്ലേ, അല്ലെങ്കിൽ മേത്തനാക്കി സുഡാപ്പിയാക്കി അങ്ങനെയൊന്നും പറഞ്ഞ് കമന്റ് ഇടല്ലേ. നല്ല വൃത്തിയാ തിരിച്ച് കിട്ടും. അല്ലാതെ കമന്റ് ഇട്ട് തന്നെ ഞാൻ മാന്യമായിട്ട്. എനിക്ക് പ്രൊവക്കേഷൻ ആവരുത്. കാരണം നിങ്ങൾക്ക് എന്ത് വേണോ കമന്റ് ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. തിരിച്ചെന്ത് റിപ്ലൈ തന്നെന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. ദിസ് ഇസ് മൈ ചാനൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സെൻസിൽ എടുക്കുന്ന ആൾക്കാർ മതി എനിക്ക് സബ്സ്ക്രൈബേഴ്സ്. ഞാൻ അല്ലാത്ത ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണ്ട. പറയുന്ന സെൻസിൽ എടുക്കുന്ന ആൾക്കാർ മതി. അങ്ങനെയുള്ള ആൾക്കാരെ സബ് കയറ്റിയാൽ മതി എനിക്ക്. നിന്നെ ഒന്നും പോലെ വർഗീയത വേഷം തുപ്പിക്കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിംസ് എല്ലാം സുഡാപ്പികളാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ചാണകങ്ങളും, ഹിന്ദുസ് എല്ലാം സംഖ്യകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം കാക്കാമാരും എനിക്ക് വേണ്ട. എനിക്ക് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർ മതി. അപ്പോ കമന്റ് ഇട്ടവന്റെ എല്ലാം പൊളക്ക റിപ്ലൈ ഞാൻ കമന്റ് തന്നെ കൊടുത്തായിരുന്നു. പിന്നെ അവൻ വെല്ലു വിളിച്ചോണ്ട് വീഡിയോ കൂടെ ഇട്ടെന്നുള്ളൂ.
Signing out, Shano Stocks. See you in the next video. See you in the next video. Until then, bye bye. അപ്പൊ ഇമാതിരി കമന്റ് ഇടുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കമന്റ് ഇട്ടോളുക, റിപ്ലൈ ഞാൻ തരും. പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വർഗീയത പറയുമ്പോ സുഡാപ്പിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സുഡാപ്പികളെ ഞാൻ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ സുഡാപ്പികളുടെ ഗ്രൂപ്പിൽ ഈ ചാനലിലെ ലിങ്ക് ഇട്ട് കൊടുക്കണം. സംഖ്യകളാണെന്നുണ്ടെങ്കിൽ സംഖ്യകളെ ശാഖയുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറെ ആൾക്കാർ എല്ലാരും കൂടെ കൂട്ടി വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ എന്നെ ചീത്ത വിളിക്കാൻ പറയണം. ആഫ്റ്റർ ഓൾ ഐ വിൽ ഗെറ്റ് വാച്ചസ്. ഓക്കെ, എന്തായാലും എനിക്ക് വാച്ചിങ് കിട്ടും, വാച്ച് കിട്ടും. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. നിങ്ങളെ 10 പറയുമ്പോൾ നിങ്ങൾ എന്റെ റേജ് ബേസിൽ വീഴും. നിങ്ങൾ ചെന്ന് എന്നെ തൊലയ്ക്കണമെന്നും പറഞ്ഞ് എന്റെ പള്ളി വിളിക്കണമെന്നും പറഞ്ഞ് 4 ആൾക്കാരെ മുമ്പ് അതെടുത്തിട്ടും എനിക്കതും വാച്ചവറാണ്. അതും എനിക്ക് പൈസയാണ്, എനിക്ക് കണ്ടന്റ് ആണ്. ബൈ ബൈ സംഗീസ് ആൻഡ് സുഡാപ്പീസ്. ഇത് കാണുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കാണുക, കണ്ടിട്ട് ചിരിക്കാനോ മനസ്സിലാക്കാൻ എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ രീതിക്ക് എടുക്കും.